ഇന്ത്യ സഖ്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇടഞ്ഞു നിൽക്കുന്ന നിതീഷ് കുമാറിന് വേണ്ടത്ര പ്രാധാന്യം നൽകി ഒപ്പം നിർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതിന്റെ ആദ്യഘട്ടമായി നിതീഷിനെ ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനറാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. DMK, NCP, RJD എന്നിവർ ഈ തീരുമാനത്തെ പിന്തുണച്ചിരിക്കുകയാണ്. എന്നാൽ വെറും കൺവീനർ പദവി മാത്രം പോരെന്നും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കണമെന്നുമാണ് JDU നേതാക്കൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇന്ത്യ സഖ്യം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കാതെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക. അതുകൊണ്ട് നിതീഷിന് ആ പദവി കിട്ടാൻ സാധ്യതയില്ല. അതേസമയം നിതീഷ് സഖ്യത്തിന്റെ കൺവീനർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പിന്തുണയുള്ളതിനാൽ ഇത് സാധ്യമാകും. വ്യാഴാഴ്ച നടന്ന സംസ്ഥാനതല യോഗത്തിലും ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലും ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. നിതീഷ് കുമാറിനെയും ഈ തീരുമാനം അറിയിച്ചിട്ടുണ്ട്. സഖ്യത്തിലെ ഭൂരിഭാഗം നേതാക്കളും നിതീഷിനെ അംഗീകരിക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ എതിർപ്പുള്ളൂ. അടുത്ത ദിവസം തന്നെ ഇക്കാര്യം പ്രഖ്യാപിക്കുമെന്നാണ് JDU വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച് തർക്കമില്ല. നിതീഷുമായി കോൺഗ്രസ് നേതൃത്വം സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആശയക്കുഴപ്പങ്ങളില്ല. നിതീഷാണ് സഖ്യത്തിന്റെ സൗഹൃദം കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് നിത്യശത്രുക്കളായിരുന്ന കോൺഗ്രസ്, AAP, തൃണമൂൽ കോൺഗ്രസ് എന്നിവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ച് ഒരു വേദിയിലേക്ക് കൊണ്ടുവന്നത് നിതീഷിന്റെ നിരന്തര ഇടപെടലാണ്. ഇന്ത്യ സഖ്യത്തിൽ ചേരാൻ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചത് ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ചേർന്നായിരുന്നു. തുടർന്ന് ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി എന്നിവരുമായി സൗഹൃദത്തിലെത്താൻ കോൺഗ്രസ് തീരുമാനിച്ചു. അതേസമയം ദേശീയ തലത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ അടുത്ത ദിവസം തന്നെ ഡൽഹിയിൽ ആരംഭിക്കും. ബീഹാറിൽ സഖ്യത്തിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. RJDയും JDUവും 16 സീറ്റിൽ വീതമാണ് മത്സരിക്കുക. 5 സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിക്കുക. 3 സീറ്റുകൾ ഇടതു പാർട്ടികൾക്ക് ലഭിക്കും. കഴിഞ്ഞ ദിവസം വൈകിട്ട് തേജസ്വി യാദവ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ കണ്ട് സീറ്റിന്റെ കാര്യം ചർച്ച ചെയ്തിരുന്നു. ലാലു പ്രസാദ് യാദവിന്റെ ഫോർമുല തേജസ്വി യാദവ് നിതീഷിനെ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ കോൺഗ്രസിന് എതിർപ്പില്ല. ഇതിനിടയിൽ പശ്ചിമ ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിന് കീഴിൽ കോൺഗ്രസിന് 2 സീറ്റുകൾ വാഗ്ദാനം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് എത്തിയിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെയും സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പിലെയും പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് സീറ്റ് പങ്കിടൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 42 ലോക്സഭാ സീറ്റുകളിലും മത്സരിച്ചെങ്കിലും 2 മാത്രമാണ് അന്ന് വിജയിക്കാനായത്.